എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. ഈ വിഷുക്കാലത്ത് നമ്മൾ പ്രേക്ഷകർക്ക്, നമ്മൾ സിനിമാ പ്രേമികൾക്ക് ലഭിച്ച ഏറ്റവും നല്ല വിഷുക്കണിയും വിഷു കൈനീട്ടവുമാണ് വിനീത് ശ്രീനിവാസൻ ഒരുക്കിയ ജേക്കബിൻ്റെ സ്വർഗരാജ്യം എന്ന മനോഹരമായ ചിത്രം. ഈ ചിത്രത്തിൻ്റെ വിശേഷങ്ങളുമായി ഈ ചിത്രത്തിലെ ഈ സ്വർഗരാജ്യത്തിലെ കുറച്ച് അംഗങ്ങളാണ് നമുക്കിന്ന് ഇവിടെ ലഭിച്ചിരിക്കുന്നത് അതിഥികളായി. നമുക്ക് അവരോട് തന്നെ നേരിട്ട് ചോദിച്ചറിയാം സ്വർഗരാജ്യത്തെ, ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ആൻഡ് വെൽക്കം ടു ദ ഷോ. ഈ ചിത്രം ഫസ്റ്റ് ഷോ കണ്ട ഒരു പ്രേക്ഷക എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. വിനീത് വണ്ടർഫുൾ മൂവി. കാരണം തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയ ഒരുപാട് പേരുടെ മുഖത്തിങ്ങനെ എല്ലാവരും ചിന്തിച്ചുകൊണ്ടാണ് തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്. ഞങ്ങൾക്ക് ഇങ്ങനൊരു എല്ലായിടത്തും ഇങ്ങനത്തെ ഒരു ഫാമിലി ഉണ്ടാവട്ടെ, ഇത്രയും കരുതുന്ന മക്കളുണ്ടാവട്ടെ, ഇത്രയും ഒരുമ എല്ലാ ഫാമിലിയിലും ഉണ്ടാവട്ടെ എന്നൊരു ഏറ്റവും അവസാനം എനിക്ക് തോന്നുന്നു ജേക്കബിൻ്റെ കഥാപാത്രത്തിനെ പോലെ തന്നെ അവസാനം വിനീതിൻ്റെ വളരെ അടുത്ത സുഹൃത്തിൻ്റെ കഥയാണിതെന്ന് അവസാനം എഴുതി കാണിച്ചു. അവരുടെ ചിത്രങ്ങളൊക്കെ കാണിച്ചു. ആ റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെയും എല്ലാവരും മനസ്സിൽ കൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. വിനീതിൽ നിന്നും എന്താ പറയുക, ഏറ്റവും വലിയൊരു സർപ്രൈസ് ആയിരുന്നു. ഒരു ഫിലിം ലവേഴ്സിന് വിനീത് ശ്രീനിവാസൻ്റെ ഇങ്ങനത്തെ ഒരു കുടുംബചിത്രം എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ സർപ്രൈസ്. വിനീത് തന്നെ പറയണം, ജേക്കബിൻ്റെ സ്വർഗരാജ്യം എങ്ങനെ സംഭവിച്ചു? എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യം, സാധാരണ നമ്മളൊരു ചാനലിൽ വന്നിട്ട് നമ്മൾ അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറയുന്നതിന് മുമ്പ് തന്നെ ഇങ്ങോട്ട് കേൾക്കാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ആളുകൾക്കും മനസ്സിലാവും ഇത് കൺവിൻസ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ലാന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. വെൽക്കം. അല്ല, ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെയുള്ള കാര്യങ്ങൾ തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ നേരിട്ട് കണ്ട് അല്ലെങ്കിൽ എനിക്ക് നേരിട്ട് അറിയാവുന്ന ഒരു വലിയൊരു അവസ്ഥയിൽ കൂടി കടന്നുപോയ ഒരു ഫാമിലിയുടെ സ്റ്റോറി എന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത ഒരു സ്റ്റോറി ആയിരുന്നു അത്. അപ്പോൾ ആ സ്റ്റോറി കണ്ടപ്പോൾ അത് എന്നെ പോലെയുള്ള ഒരുപാട് ആളുകളെ അത് ഇൻസ്പയർ ചെയ്യുമെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ സിനിമ ചെയ്യാൻ തീരുമാനം എടുത്തത്. അപ്പോൾ സിനിമ ചെയ്യാൻ തീരുമാനം എടുക്കുമ്പോൾ ഞാനിതിനു മുമ്പൊന്നും അങ്ങനെ എന്താ പറയുക, ഒരു ആഴത്തിൽ പറയേണ്ട ഒരു സബ്ജക്റ്റൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല. നമ്മളൊക്കെ ഇങ്ങനെ കുറച്ച് തമാശയും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള സിനിമകൾ, നമ്മുടെ കംഫർട്ട് സോണിലുള്ള സിനിമകൾ ആണ് നമ്മൾ കൂടുതലും ചെയ്തിട്ടുള്ളത്. കൂടുതലെന്നല്ല, എല്ലാം മാറിയിട്ടുള്ളൊരു സിനിമ എന്നൊക്കെ പറയുന്നത് തിരയൊക്കെ മാത്രമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറിയിട്ടൊരു സിനിമ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റേതായിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ആളുകൾക്ക് അത് വളരെ പേഴ്സണലായിട്ട് അത് എടുത്തു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. അതേപോലെ തന്നെ ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിലെ ജെറി, എനിക്കൊന്ന് നിവിൻ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും മെച്ചുവേർഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ തീർച്ചയായിട്ടും ജെറിയാണ് അല്ലേ? അതിൻ്റെ ഒരു ടെൻഷൻ നിവിനുണ്ടായിരുന്നോ ഈ കഥ പറയുമ്പോൾ? ഇല്ല, കഥ പറയുമ്പോൾ എനിക്ക് എന്താണ് പറയുക, ആദ്യത്തെ ഞങ്ങൾ വടക്കൻ സെൽഫിയുടെ സമയത്ത് വിനീത് അടുത്ത സിനിമയായി ഇതിൻ്റെ ഒരു കഥ ഇതാണെന്ന് പറഞ്ഞിട്ട് ഒരു 1 ലൈൻ പോലെ ഇതിൻ്റെ കഥ പറഞ്ഞു 2-3 സീൻ എക്സ്പ്ലെയിൻ ചെയ്തു തന്നു ഡയലോഗ്സ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കപ്പോൾ അത് അന്ന് പോലെ ഈ സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പോൾ ആദ്യമേ ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞു, വിനീതായിരുന്നു അത് ആദ്യമേ ചെയ്യാൻ പ്ലാനിലായിരുന്നു. പക്ഷെ എനിക്കെന്തോ അത് ഈ ഒരു ക്യാരക്ടറും അല്ലെങ്കിൽ ഈ ഒരു സിനിമയും മനസ്സിൽ നിന്ന് പോകുന്നുണ്ടായില്ല. ഞാൻ പിന്നെ അത് ഇടയ്ക്ക് ഫോം വിളിച്ച് ചോദിച്ചു, അതായത് എപ്പോഴെങ്കിലും ഈ ക്യാരക്ടർ ചെയ്യേണ്ടതെന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തരണം. അതെ. അപ്പോൾ ഇല്ല അങ്ങനെയൊന്നും പ്ലാൻസ് ഒന്നും ഇല്ല, എന്തെങ്കിലും അറിയിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനിങ്ങനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്തായാലും തീരുമാനമായോ എന്തെങ്കിലും. അതെ, കാരണം സംവിധാനം അഭിനയം കൂടി ഒരുമിച്ച് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് വെറുതെ റിസ്ക് എടുക്കണോ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് സിനിമയല്ലേ, ഞാൻ അവിടെ വന്ന് നിന്നോളാണ്ട് ഞാൻ അഭിനയിക്കുക, നിങ്ങൾ ഡയറക്റ്റ് ചെയ്തോളൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ട് എനിക്ക് കിട്ടിയൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഒരു കഥയിലും ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിലും എനിക്ക് ഭയങ്കര ആദ്യത്തെ പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്. വിനീത് ഏത് നിമിഷത്തിലാണ് എന്നാൽ വേണ്ട ഞാൻ വിട്ട് കളഞ്ഞേക്കാം, ജെറി ഞാൻ നിവിന് തന്നെ കൊടുത്തേക്കാന്ന് തോന്നിയത് എപ്പോഴാണ്? എനിക്ക് ഓൾറെഡി നല്ല പ്രഷേഴ്സ് ഉണ്ടായിരുന്നു. പല ഭാഗത്തുനിന്ന് എന്നെ ഷാൻ വിളിച്ച് വിനീതേ നിവിൻ വിളിച്ചിരുന്നു, ശരി. വേറൊരു ഭാഗത്തുനിന്ന് അജു വിളിച്ച് വിനീതേ നിവിൻ വിളിച്ചിരുന്നു, ഓക്കെ. അങ്ങനെ എല്ലാവരും എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നിവിന് ചില കാര്യങ്ങൾ നിവിൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് നിവിനോട് ആർഗ്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ എന്താണോ ആർഗ്യൂ ചെയ്യാൻ നമ്മൾ റേസ് ചെയ്യുന്ന പോയിന്റ്, അതിനൊരു 10 ഇങ്ങോട്ട് പറയാനുള്ളത് നിവിൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കും. കാരണം ഫുൾ ടൈം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യനാണ് നിവിൻ, ഫുൾ ടൈം തിങ്കിങ് ആണ്. ഇപ്പം ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ വേറെ എന്തെങ്കിലുമൊക്കെ അടുത്ത സിനിമയുടെ കഥയൊക്കെ ആലോചിക്കുന്നുണ്ടാവും.
അങ്ങനെയാണ് നിവിനെ അറിയുന്ന ആൾക്കാർക്ക് അറിയാം അത്. അടുത്ത സിനിമയുടെ ഈ സിനിമയുടെ പബ്ലിസിറ്റി ഒക്കെ ഇവന്റെ തലകൂടെ പോകുന്നുണ്ടാവും. ചിലപ്പോൾ ചിന്തിക്കുന്നത് വിനീതിന്റെ അടുത്ത സിനിമ ഏതായിരിക്കും, ഇനി അതിലും ഞാനിങ്ങനെ അല്ലല്ല, ഇപ്പൊ അവന്റെ അടുത്ത സിനിമയാ, ഇമ്മീഡിയറ്റ് പ്രോജക്ട്സ് ആണ് എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എഴുതി ഇത് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയപ്പോഴേക്കും ഇതിന്റെ സ്കെയിൽ ഇങ്ങനെ വലുതാൻ തുടങ്ങി. അപ്പൊ തൊട്ട് എനിക്ക് ഉള്ളിൽ ടെൻഷൻ വരാൻ തുടങ്ങി. കാരണം എനിക്ക് എന്നെ വലിയ വിശ്വാസമില്ല, ഉള്ളത് പറയാലോ. പിന്നെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ ഇതിലൊരു കോർട്ട് സീൻ ഉണ്ട്, ഒരു കോടതിയിൽ നടക്കുന്ന ആ സീൻ വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇതിനൊരു ഒരാളെ ആവശ്യമുണ്ട്. വെറുതെ അല്ല നിവിൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്നത്. അല്ല, ഇതിന് ഫ്രണ്ടിൽ നിർത്തി ഇത് കൺവിൻസ് ചെയ്യാൻ നിവിന് മാത്രമേ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. ആ സീൻ വന്നപ്പോഴാണ് ഞാൻ നോബിളിനെയും ദിവ്യനെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ എൻ്റെ ഡിസിഷൻ മാറ്റാണ്, ഇത് നിവിൻ ചെയ്താലായിരിക്കും നന്നാകുന്ന പറഞ്ഞു. ഞാൻ നിവിനെ ഇമ്മീഡിയറ്റ് വിളിച്ചു പറഞ്ഞു. നിവിൻ എന്ന് വിളിക്കുമ്പോൾ ബ്രോ എന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്യും. അപ്പോൾ നിവിനെ November 15 തൊട്ട് January 15 വരെ നിനക്ക് മാറ്റി വെക്കാൻ പറ്റുമോ? പിന്നെന്താ, എപ്പോഴേ മാറ്റി വെച്ചു. അങ്ങനെയാണ് ജെറി നിവിനിലേക്ക് എത്തുന്നത്. അതെ. അതേപോലെ തന്നെ ഈ ചിത്രത്തിലെ ഏറ്റവും എടുത്തു പറയേണ്ടത് ജേക്കബിൻ്റെ സ്വർഗരാജ്യത്തിൽ ജേക്കബിനെയാണ്. ഫയർ ബ്രാൻഡ് രഞ്ജി പണിക്കർ സാർ ആയിരിക്കണം നിവിൻ്റെ അച്ഛൻ എന്ന് നേരത്തെ ഡിസൈഡ് ചെയ്തത്. അത് പ്രേമത്തിൽ നിവിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചു. അത് വളരെ കൺവിൻസിങ് ആയിട്ടുള്ള ഒരു അച്ഛൻ തന്നെയായിരുന്നു. അങ്ങനെ മനസ്സിൽ വന്നതാണോ? അല്ലെങ്കിൽ ഫിസിക്ക് നന്നായി മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളാണ്. അതുപോലെ നടക്കുമ്പോഴാണെങ്കിലും ഭയങ്കര പോസ്ചറൊക്കെ ഭയങ്കര അടിപൊളിയാണ്. നമ്മളൊന്നും നടക്കുന്ന പോലെയല്ല, വളരെ എന്താ പറയുക, ഫൈനാണ്, കോൺഫിഡൻസ് ഭയങ്കരമാണ്. അതെന്ന് പറയുന്നത് നാച്ചുറലി രഞ്ജിയങ്ങൾ അങ്ങനെയാണ്. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ നടക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത് ഉന്തിക്കയറ്റിയാൽ ഉരി പോകുമെന്ന് പറയുന്ന പോലെ ആയിപ്പോവും. അപ്പോൾ പക്ഷേ രഞ്ജിയങ്ങൾ നാച്ചുറലി അങ്ങനെയാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തിനെ കണ്ടപ്പോൾ എനിക്ക് കുറച്ചുകൂടെ അത് കൺവിൻസ് ആയി. അതുപോലെ തന്നെ ഈ ചിത്രത്തിലൂടെ നമുക്ക് കിട്ടുന്ന നായിക റേബ ബാംഗ്ലൂരിൽ നിന്നാണ്. ഒരു ദുബായിൽ പഠിച്ചു വളർന്ന ഒരു കുട്ടിയെ വേണമെന്ന് പറഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് റേബയെ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വിനീത് ശ്രീനിവാസൻ, നിവിൻ പോളി, അവരുടെ കോംബോ ഡെഡ്ലി കോംബോ എന്ന് പറയുന്നത്. അതെ, ഫ്ലാറ്റ് ആയി പോയി. പിന്നെ നിവിൻ പോളി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ആ ഒരു പ്രേമത്തിൻ്റെ ഹാങ് ഓവർ ടൈമാണത്. അപ്പോൾ എല്ലാവരും ഫാൻസാണ് നിവിൻ പോളിയുടെ പ്രേമം കഴിഞ്ഞ് ആ ഒരു ടൈമിലാണ് ഇത് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഡബിൾ ഹാർട്ട് അറ്റാക്ക് എന്ന് പറയാം, അങ്ങനെ വന്നു. പിന്നെ താങ്ക് യു സോ മച്ച് സർ, താങ്ക് യു. ചോദിക്കും, നിങ്ങൾ സെറ്റിലൊക്കെ സാറിന് തന്നെയാണോ അങ്ങോട്ട്? മുരളി മേനോൻ്റെ ക്യാരക്ടറിനെ കണ്ടപ്പോൾ എവിടെയോ കണ്ടുപരിചയമുള്ളൊരു മുഖം കണ്ടിട്ടുണ്ട് എവിടെയോ. അപ്പോൾ എനിക്ക് ഫസ്റ്റ് ടൈമാണ് ആക്ടിംഗ് എന്നുള്ളൊരു ഫീലേ കിട്ടിയിട്ടില്ല. ഞാൻ ശരിക്കും അശ്വിനെ ആദ്യം കണ്ടപ്പോൾ ചോദിക്കുകയായിരുന്നു, ഇത് ഫസ്റ്റ് മൂവി ആണോ? ശരിക്കും എവിടേക്കോ കണ്ടിട്ടുണ്ട്. When I came to my character, actually ഞാനൊരു ചെറിയ റോൾ ചെയ്യാൻ വന്നത്, അതിൽ ഒരു സീൻ ചെയ്യാൻ. ആദ്യം വേറെ ക്യാരക്ടർ ചെയ്യാൻ വന്നിട്ട് പിന്നെ മുരളി മേനോനിലേക്ക് എത്തിയതാണ്. അതെ. ഗൗതം സാറിന് വരാൻ പറ്റില്ല എന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓൾമോസ്റ്റ് ഷോക്കായ ഒരു അവസ്ഥയിലായിരുന്നു. കാരണം വേറെ ആരെയും ആ സ്ഥാനത്ത് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അദ്ദേഹത്തിന് വേണ്ടി ഡയലോഗ്സ് എഴുതി കഴിഞ്ഞു. ആ സീനൊന്നും വേറൊരാളെ വെച്ച് മാറ്റി ആലോചിക്കാൻ പറ്റാത്തൊരു ടൈമിലാണ്. കാരണം മറ്റന്നാൾ ഷൂട്ടാണ്. ഇന്ന് ചെന്നൈ ഫ്ലഡ് കാരണം ആൾക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റില്ല. എയർപോർട്ട് ഷട്ട് ഡൗൺ ആണ്. കോമ്പിനേഷൻ ആർട്ടിസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആകെ ചെയ്യാൻ പറ്റുന്നത് ഫുൾ പടം തീർത്ത് കഴിഞ്ഞിട്ട് വേറൊരു സ്കെഡ്യൂളിൽ സാറിൻ്റെ സീൻസ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും ആളുകൾ തിരിച്ചു വരണം. അപ്പം ഞാൻ ആ ക്രൈസിസിൽ എൻ്റെ മുമ്പിൽ ദൈവം കൊണ്ട് തന്നതാണ് അശ്വിനെ. അപ്പം ഞാൻ അപ്പോൾ ഈ പ്രശ്നം നടന്നിട്ട് അന്ന് രാത്രി ഷൂട്ട് കഴിഞ്ഞ് ഞാൻ തമാശ എന്ന് പറഞ്ഞ ഇംതിയാസ് അലിയുടെ പടം, ഞാൻ ഇംതിയാസ് അലിയുടെ ഭയങ്കര ഫാൻ ആയതുകൊണ്ട് ഞാൻ ഷൂട്ടിനിടയിലും അദ്ദേഹത്തിൻ്റെ പടം കാണാൻ പോയി. ഈവനിങ് വരെ ഷൂട്ട് ഉണ്ടായിരുന്നു. രാത്രി ഇവനൊന്നും അറിയില്ല. അല്ല, കാരണം ഇവർ വിചാരിക്കൂലേ ഡയറക്ടർ എന്തെങ്കിലും പടം കാണാൻ പോകുന്നത്. അങ്ങനെ വന്ന് പെട്ടെന്ന് അശ്വിൻ്റെ ഫേസ് വന്നു. അശ്വിൻ അപ്പോൾ ഓൾറെഡി വേറൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അശ്വിൻ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഓക്കെ, ആ സീൻ വേറെ ആളെ കൊണ്ട് റീഷൂട്ട് ചെയ്യാം. എല്ലാം മൈൻഡിൽ ആലോചിക്കുകയാണ്. വേറെ ആളെ കൊണ്ട് ആ സീൻ റീഷൂട്ട് ചെയ്യാം. അശ്വിൻ വരണം, ഇന്ന ഡയലോഗ്സ് മാറ്റണം, ടപ്പ. ഞങ്ങൾ തമാശ കാണാൻ വേണ്ടിയിട്ട് ആ ഷോപ്പിംഗ് മാളിൽ എത്തുമ്പോഴേക്കും ഓക്കെ, അശ്വിനാണ് ഇത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ മൈൻഡിൽ ഫിക്സ് ചെയ്തു. അശ്വിനെ ഞാൻ എന്നിട്ട് അടുത്ത ദിവസം രാവിലെ വിളിക്കുകയാണ്. അതാണ് ഇതിനേക്കാളും വലിയ കോമഡി. അശ്വിനെ ഞാൻ വിളിക്കുമ്പോൾ അശ്വിൻ എന്നോട് പറയാണ്, ചേട്ടാ എനിക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. കാരണം ഞാനിപ്പോൾ പോയി കഴിഞ്ഞാൽ 14-ാം തീയതിയെ ഞാൻ തിരിച്ചു വരുള്ളൂ. നാട്ടിൽ പോകാൻ നിൽക്കുക. വേറെന്താ എനിക്ക് പറയേണ്ടതെന്നറിയില്ല. എന്നിട്ട് ഞാൻ ഉടനെ വിനോദനെ വിളിച്ചു, വിനോദ അവനെ എങ്ങനെയെങ്കിലും ബ്രെയിൻ വാഷ് ചെയ്ത് എനിക്ക് കൊണ്ടെത്താന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പല ആൾക്കാരെയും വിട്ട് അശ്വിനെ ബ്രെയിൻ വാഷ് ചെയ്യിക്കുകയാണ്. കുറെ കോൾസ് വന്നിട്ടുണ്ടാവില്ലേ അശ്വിന്? വൈകുന്നേരം ഒരു 7:30 ആയപ്പോഴേക്ക് അശ്വിൻ്റെ കോൾ വന്നു. ടിക്കറ്റ് ക്യാൻസൽഡ്. ചേട്ടാ, ഞാൻ ഇവിടെ നിന്നിട്ടാണ് വിളിക്കുന്നത്, എയർപോർട്ടിൽ നിന്നിട്ടാണ് വിളിക്കുന്നത്.
ചെന്നൈ എയർപോർട്ട് ഷട്ട് ഡൗൺ ആണ്, ഐ തിങ്ക് ഐ ബി ഏബിൾ ടു ഡു ദിസ്. ഞാൻ പിന്നെ മറ്റേ 6-8 ഇതാണ് എനിക്കറിയായിരുന്നു ഇങ്ങനെ വരുള്ളൂ. മുത്തെന്ന ക്രിസ്സേ അല്ലെങ്കിൽ ക്രിസ് എന്ന മുത്തേ, ആരാണ് ഏറ്റവും കൂടുതൽ ശല്യപ്പെടുത്തിയത് സെറ്റില്? ഇവനാണ് ശല്യപ്പെടുത്തിക്കൊണ്ട് മുത്താണ് എല്ലാരെയും ശല്യപ്പെടുത്തിയത്? ഞാൻ പാവാ ആണോ? വിനീത് ചേട്ടൻ എന്താ പറഞ്ഞ അഭിനയം എന്താ വിളിക്കണേ? നീ വിനീത് സാറെന്നാണോ വിനീത് ചേട്ടൻ എന്നാണോ വിളിക്കുന്നത്? വിനീതേട്ടൻ എന്താ പറഞ്ഞേ സിനിമയിൽ അഭിനയിക്കാൻ വന്നപ്പോ? വിനീത് അച്ചച്ചൻ നിവിൻ പോളിയുടെ അനിയനായിട്ടാണ് അഭിനയിക്കണേന്ന് പറഞ്ഞോ? ഇല്ല, അതും പറഞ്ഞില്ലേ? ഇല്ല. ദുബായ് ചെന്നപ്പോൾ എന്നോട് ഇന്ന റോളാന്ന് പറയുന്നത്. നീംപോളി ഉണ്ടെന്ന് എനിക്കറിയാം. ഫസ്റ്റ് പറഞ്ഞ ഡയലോഗ് ഏതാ ജേക്കബിന്റെ സ്വർഗരാജ്യത്തില്? ഒന്നും ഓർക്കുന്നില്ല. ഓ, അടുത്ത സിനിമയെ കുറിച്ച് അവിടെയും അടുത്ത സിനിമയാണോ മനസ്സിൽ? ഇല്ല. ഇനി അഭിനയിക്കണ്ടേ ഒരു കുറെ സിനിമയില്? എനിക്കറിയത്തില്ല. അറിയില്ലേ? ഈ വിനീതേട്ടനാണോ നിവിൻ ചേട്ടനാണോ അതോ റീബ ചേച്ചിയാണോ അതോ വിനീത ചാച്ചിയാണ് ഫേവറേറ്റ്? വിനീത ചേച്ചിയാണ് ഫേവറേറ്റ് അല്ലേ? അങ്ങനെ എടുത്തോട്ടെ. സിനിമയിൽ ഇതിലും അത്രയും കുറച്ച് ഇന്ന് ഇത്തിരി നാണം ഉണ്ടെന്ന് തോന്നുന്നു മുത്തിന്. ആണോ? ഉണ്ട്. ഓപ്പോസിറ്റ് ആണ്. നേരെ ഓപ്പോസിറ്റ് ആണ്. ഈ ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങളെ എടുത്ത് പറയുകയാണെങ്കിൽ വിനീതിന് റിയൽ ലൈഫിൽ അറിയാവുന്ന ക്യാരക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അമ്മയായിട്ട് അഭിനയിച്ചിരിക്കുന്ന ലക്ഷ്മി മാം, ക്യാരക്ടറിന്റെ പേരും ഒറിജിനൽ ആളുടെ പേരും ഷേർലി ഷേർലി തന്നെയാണ്. ആണ്. അപ്പോൾ ഷേർലി ആൻറ്റിനെ എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ ഒരുപാട് കാര്യങ്ങൾ ഗ്രെഗ് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അത് കൂടാണ്ട് അവരുടെ അടുത്ത് ഞാൻ നേരിട്ട് കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ലക്ഷ്മി മാം വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. വളരെ നല്ല ആർട്ടിസ്റ്റാണ്, വളരെ നന്നായിട്ട് പെർഫോം ചെയ്യും. അപ്പം ലക്ഷ്മി മാം പെർഫോം ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും നമ്മുടെ അമ്മ നമ്മളോട് സംസാരിക്കുന്ന പോലെ തന്നെ ഫീൽ ചെയ്യും. നമുക്ക് അവിടെ ഒരു ആക്ട്രസ്സാണ് അല്ലെങ്കിൽ ലക്ഷ്മി മാം ആണെന്ന് തോന്നില്ല, നമുക്ക് നമ്മുടെ അമ്മ പറയുന്ന പോലെ തന്നെ ഫീൽ ചെയ്യുമായിരുന്നു. അപ്പോൾ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്കൊരു ആർട്ടിസ്റ്റായിട്ട് ഫീൽ ചെയ്യാതെ ശരിക്കും ആ ക്യാരക്ടറായിട്ട് ഫീൽ ചെയ്യാന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഈ സിനിമയിൽ. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പം അശ്വിൻ പെർഫോം ചെയ്തിരിക്കുന്ന രീതിയാണെങ്കിലും രഞ്ജി സാറാണെങ്കിലും ബാസി ആണെങ്കിലും അപ്പോൾ എല്ലാവരുടെയും പെർഫോമൻസ് വളരെ വളരെ റിയലാണ്. വളരെ ഇൻറ്റൻസ് പെർഫോമൻസ് ഈ സിനിമയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത് ഓൾ ടുഗെദർ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ജേക്കബ് എന്ന അച്ഛൻ ഭയങ്കര നേരത്തെ പറഞ്ഞ ഫിറ്റ്നസ് ഫ്രീക്കായിട്ടുള്ള അച്ഛൻ, അത്രയും ഇത്തിരി മടിയുള്ളൊരു മകൻ, ഒരു ഫിറ്റ്നസ് എന്ന കാര്യത്തിൽ വലിയ ശ്രദ്ധയില്ല. അങ്ങനെ ശരിക്കും ജീവിതത്തിൽ ഇത്തിരി മടിയുണ്ടോ നിവിന്? അങ്ങനെ കുറച്ച് മടിയുള്ള ആളാണ്. അപ്പോൾ ശരിക്കും നിവിൻ്റെ എല്ലാ സ്വഭാവങ്ങളും അറിഞ്ഞാണ് വിനീത് ഈ ക്യാരക്ടറിനെ എഴുതിയിരിക്കുന്നത്, മോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അല്ല, ഞാൻ ശരിക്കുള്ള ക്യാരക്ടറിനെ പോലെ ആവാൻ ശ്രമിച്ചിരുന്നെങ്കിൽ വളരെ കുറച്ചുകൂടി ബുദ്ധിമുട്ടേണ്ടി വന്നത്. പക്ഷെ അത്ര എത്തിയില്ല, അതിൻ്റെ ഇടയ്ക്ക് വെച്ച് നിന്നു. അത്രയും ഇത് കാണിച്ചിട്ടില്ല, കുറച്ച് കാണിച്ചിട്ടില്ല അല്ലേ? റേബയ്ക്ക് ഫസ്റ്റ് മൂവിയാണ്. എന്തായാലും വിനീതിനെ നിവിൻ്റെ കൂടെയുള്ള സിനിമ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഒരു ഇനീഷ്യൽ എക്സൈറ്റ്മെന്റ് എന്തായാലും ഉണ്ടാവും. ഇവരുടെ കൂടെ പെർഫോം ചെയ്യാൻ കിട്ടുന്നു തന്നെ ആരോട് വേണമെങ്കിലും ചോദിക്കാം. ഐ തിങ്ക് എവ്രിബഡി വിൽ സേ ദ സെയിം തിങ്. അതൊരു ഡ്രീം, ഇവരുടെ ഒരു ഡ്രീം ടീമാണ് ഡെഫിനറ്റ്ലി. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോഴും ഇനീഷ്യലി അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സ്മോൾ ക്യാരക്ടറാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സച്ച് എ ബിഗ് എൻട്രി. ഇവരുടെ കൂടെ കിട്ടുന്നു എന്ന് പറയുന്നത് ഐ ഡോണ്ട് നോ, അഗൈൻ ഐ വിൽ സേ ഇറ്റ്സ് എ ബ്ലെസ്സിങ്. അത് കാരണം ഐ ഡിഡ്ന്റ് തിങ്ക് ട്വൈസ്. എന്താണ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ റെസ്പോൺസ്? ഒരുപാട് പ്രേമത്തിലെ നായകൻ്റെ കൂടെയാണ് ഞാൻ നായികയായിട്ട് അഭിനയിച്ചതെന്ന് പറഞ്ഞപ്പോൾ ആദ്യമൊക്കെ ഇനിഷ്യലി അവർ മെനി ഓഫ് ദം ഡിഡ്ന്റ് ബിലീവ്. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു അത് തന്നെ ആക്ച്വലി അങ്ങനെയായിരുന്നു, കുറേ പേർ അങ്ങനെയായിരുന്നു. പിന്നെ ഫോട്ടോസ് ഒക്കെ കാണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആള് ഓ മൈ ഗോഡ് എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒന്ന് പറയാറുണ്ടായിരുന്നോ? ഐ തിങ്ക് നിവിൻ അറിയാൻ തോന്നുന്നു. ദാറ്റ് ഈസ് ഹൗ ദ ജനറൽ എക്സ്പ്രഷൻ അങ്ങനെ ആയിരിക്കുന്നു. ഇത് നിവിൻ്റെ കേസിൽ എന്നോട് ചോദിക്കാറുണ്ട്, എൻ്റെ കൂടെ പണ്ട് പഠിച്ചിരുന്ന ഫ്രണ്ട്സൊക്കെ നമ്മളെന്താ ചെയ്യുന്നതെന്നൊന്നും ഒരു ഐഡിയ ഇല്ലാണ്ട് ഇടയ്ക്കൊക്കെ ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ട് ഡേ മച്ചാ നിവിൻ പോളിയോ ഫ്രണ്ടാ അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. എല്ലാവർക്കും വിശ്വസിക്കാനൊരു ബുദ്ധിമുട്ട്, നമ്മളോടൊരു ബഹുമാനമില്ല. നിവിൻ പോളിയൊക്കെ അവൻ്റെ ഫ്രണ്ട് അല്ലേ? ഇനി അശ്വിനെ എനിക്കൊന്ന് കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ടാവുക, നല്ല മിമിക്രി ആർട്ടിസ്റ്റാണ്. നിവിനെ വിനീതൊന്നും ആരും അധികം ഇമിറ്റേറ്റ് ചെയ്തില്ല. വിനീതിന് അങ്ങനത്തെ ഒരു ഹാർഡ് ഫീലിംഗ്സ് ഇല്ല. അതെ, ഇത്രയും സ്പോർട്ടീവ് ആയിട്ടുള്ള ഡയറക്ടറിന് വേറെ കിട്ടില്ല. സോ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. വിനീതേട്ടൻ്റെ ചിരിയാണ് എല്ലാവർക്കും രജിസ്റ്റർ ആവുന്നത്. ഇറ്റ് ജസ്റ്റ് കംസ്. ഇറ്റ്സ് ലൈക്ക് ഒരു തുമ്മലും ഒരു അതുപോലെയാണ്. ഇറ്റ് ജസ്റ്റ് കംസ്. ഇറ്റ്സ് എ സ്മൈൽ. ഇൻ ഫാക്ട് ദാറ്റ്സ് ഹിസ് വിന്നിംഗ് പോയിന്റ്. അപ്പോൾ അങ്ങനെ സോറി ഒന്ന് തുടങ്ങാൻ സമ്മതിക്കും, നിങ്ങൾ ചിരിക്കില്ലേ?
I remember these lines very well because it's changed my life. Okay. But I've not seen him at that time, but I'll do his body language, okay? When he called me and he said, Ashwin, എവിടെയാ? I said, ഞാൻ ഇവിടെ നാട്ടിൽ പോകാൻ നിൽക്കുകയാണ്. നാട്ടിൽ പോകാൻ നിൽക്കല്ലേ? നമ്മുടെ ഫിലിമിലെ വില്ലൻ്റെ റോൾ ആളെ ചെയ്യുന്ന അറിയാല്ലേ? ഗൗതം സാറിൽ അറിയാം എനിക്ക്. ആക്ച്വലി ഗൗതം സാർ വരുന്നില്ല, വരാൻ പറ്റിയില്ല, നീ ഇങ്ങനെ ഫ്ലഡൊക്കെ ആയിരുന്നു. ഞാൻ വിചാരിച്ചു അശ്വിൻ ഒന്ന് ഈ ഗൗതം സാറിൻ്റെ റോൾ ചെയ്ത് അശ്വിൻ്റെ അടുത്ത് എന്തോ ഒരു സ്പാർക്ക് ഞാൻ കണ്ടു. അശ്വിൻ എത്ര ഉള്ളു? ശരിയായോ വിനീത്? സ്ട്രെസ് പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. സ്ട്രെസ് പോയിന്റ്സ് ഒക്കെ കറക്റ്റ് ആണ്. That laugh after you saw a take, ഒരു ടേക്ക് കഴിഞ്ഞിട്ട് he had given a laugh which I wouldn't have even imagined Vineet ചേട്ടൻ laughing like that. അത് കഴിഞ്ഞിട്ട് he said, he asked ജോമോൻ സാധനം കിട്ടിയില്ലേ? He just asked him and he's like, and then suddenly the scene ended and he was just satisfied and loud. He's like അപ്പൊ വിനീത് മനസ്സിലായില്ലേ? ഒബ്സർവ് ചെയ്യുന്നുണ്ട് എല്ലാവരും സെറ്റില്. വിനീതിനെ ഇങ്ങനെയും ഒബ്സർവ് ചെയ്യുന്നുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? മനസ്സിലായി. അതോടൊപ്പം തന്നെ ജേക്കബിന്റെ സ്വർഗരാജ്യത്തിലെ പാട്ടുകൾ, നിങ്ങളുടെ ടീമിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മെമ്പറായ ഷാൻ റഹ്മാന്റെ വണ്ടർഫുൾ സോങ്സ്, മലയാളം റാപ്പ് ആയിട്ടുള്ള ഒരു മലയാളം റാപ്പ്. ആ റാപ്പർ തന്നെ പാടി, റാപ്പർ തന്നെ എഴുതി. വിനീതിനും റാപ്പ് ഇഷ്ടമേ അല്ല. എനിക്കിഷ്ടമല്ല. എനിക്ക് പേഴ്സണലി ഞാൻ റാപ്പിന്റെ ഭയങ്കര ഫാനല്ല. ഒന്നും എനിക്ക് മനസ്സിലാവില്ല. മനസ്സിലാവാത്തതിന്റെ ഫാൻ നമ്മൾ ആവാണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പക്ഷേ ഇപ്പോൾ എനിക്ക് അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നി, അത് ഭയങ്കര പവർഫുള്ളായിട്ട് തോന്നി. ഞാൻ എപ്പോഴും ചെറിഷ് ചെയ്യുന്ന ഒരു സെഷനാണ് ഷാൻ്റെ കൂടെയുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അത് ഇപ്പോൾ ഒരു പടം കഴിഞ്ഞിട്ട് 2 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണല്ലോ നമ്മൾ അടുത്ത പടം ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹമുള്ള ഒരു പ്രോസസ്സ് അതാണ്. കാരണം വേറെ ഫിസിക്കൽ സ്ട്രെയിൻ ഇല്ല. ഷൂട്ട് ആകുമ്പോൾ നമുക്ക് ഫിസിക്കൽ സ്ട്രെയിൻ ഒരുപാടുണ്ട്. ഇതൊരു AC മുറിക്കകത്തിരുന്നിട്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാമല്ലോ എല്ലാം. അപ്പോൾ ഈ ചിത്രത്തിലെ മറ്റ് കഥാപാത്രങ്ങൾ എല്ലാവരും ആപ്റ്റായിരുന്നു. അത് വിനീത് ശ്രീനിവാസിൽ നിന്ന് ഇങ്ങനെ ഒരു കുടുംബ ചിത്രം ആരും പ്രതീക്ഷിച്ചില്ല. വിനീത് ഇങ്ങനത്തെ ഡയലോഗ് ചിന്തിക്കുമെന്നൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഇപ്പോൾ പ്രേക്ഷകർ ചിന്തിക്കേണ്ടാവുക. ഞാൻ വീണുപോയ ഡയലോഗ്സിലാണ്. ഈ ഡയലോഗ്സ് അല്ല, ഈ ഡയലോഗ്സ് പറയാനുള്ള ചാൻസ് മിസ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാദ്യമേ കുറിച്ചിട്ടു. അതിന്റെ പ്രചോദനത്തിലാണ് ഓരോ ഫോൺ കോളും പോയത്. ഓരോ ചരടുവലികളും പോയത് ഡയലോഗിന്റെ പിൻബലത്തിലാണ്. കറക്റ്റായിട്ട് ചരടുകൾ വലിച്ചു മുറുക്കി വിനീത് വീണു അല്ലേ? അപ്പൊ എന്തായാലും അത് വിനീത് ഇപ്പൊ എന്തായാലും ഹാപ്പി അല്ലേ നിവിൻ ഈ റോൾ ചെയ്തതിൽ? അതിൽ വേറൊരു കാര്യം, ഇപ്പം ഞാൻ എഴുതുന്നത് ഏറ്റവും നന്നായിട്ട് ഡെലിവർ ചെയ്യുന്ന ഒരാളാണ് നിവിൻ. നമ്മുടെ പയ്യന്നൂർ കോളേജിൻ്റെ വരാന്ത ഇതിലുള്ള വോയിസ് ഓവേഴ്സും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അത് എനിക്ക് ഭയങ്കരമായിട്ട് പേഴ്സണലി കണക്റ്റ് ആവും പല കാര്യങ്ങളും. ഞങ്ങളുടെ ഒരു ടേസ്റ്റ് രണ്ടുപേരുടെയും ഭയങ്കര സിമിലറാണ്. അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ചില ഷർട്ടൊക്കെ ഞാനിങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്ന ഷർട്ട് നോക്കുമ്പോൾ ഇവൻ ഏതെങ്കിലും പരിപാടിയിലൊക്കെ ഓൾറെഡി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ എപ്പോഴും സംഭവിക്കും, ഞങ്ങൾ എപ്പോഴും സംഭവിക്കും. ഇത് 1-2 തവണയല്ല. നിങ്ങൾ ഒരുമിച്ച് ഷോപ്പിങ്ങിന് പോയാൽ മതി. ഇതുപോലത്തെ ഒരു ഷർട്ട് എൻ്റെ കയ്യിലുണ്ട്. ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ഷർട്ട് ഇവൻ വാങ്ങിയിട്ടുണ്ടാവും. ഞങ്ങൾ തമ്മിൽ എന്തോ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഒരു ഇമോഷണൽ കണക്ട് എവിടെയോ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എന്താ കണക്ഷൻ ഉണ്ട്, ഇവിടെ ഒരു കണക്ഷൻ ഉണ്ട്. പിന്നെ ഇനി ആ കണക്ഷനിൽ പിടിച്ചാവട്ടെ അടുത്ത സിനിമ അല്ലേ? അങ്ങനെയല്ല. വിനീത് വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് മൂവി എന്നും എല്ലാവർക്കും ഒരു വിഷു ആശംസ നൽകണം. പറ്റിയ ഒരു വിഷു പാട്ട്. എന്തായാലും ഞങ്ങളുടെ സിനിമയെ പറ്റി ഇത്രയും അധികം കാര്യങ്ങൾ ഓഡിയൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്തതിന് ഇവരുടെ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ഞാനും താങ്ക് യു സോ മച്ച്. താങ്ക് യു വിനീത്, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഈ വിഷുക്കാലത്ത് ഞങ്ങളുടെ സിനിമ നിങ്ങളെല്ലാവരും കുറേ പേര് ഓൾറെഡി സിനിമ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ചില ആൾക്കാരൊക്കെ ആദ്യ ദിവസം കണ്ട ആൾക്കാരൊക്കെ അവരുടെ സുഹൃത്തുക്കളുടെ കൂടെയാണ് കണ്ടത്. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പേഴ്സണലി ഉള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിങ്ങൾ ഈ സിനിമ പോയിട്ട് കാണണം. അത് ഞങ്ങളും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന കാര്യമാണ്. പല അച്ഛനമ്മമാരും അല്ലെങ്കിൽ മുത്തശ്ശിമാരും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ തിയേറ്ററിൽ വരാനൊക്കെ മടിച്ച് വീട്ടിൽ വന്ന് സിനിമ കാണാം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. അപ്പോൾ അവരെയും കൂടെ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഈ സിനിമ കാണിക്കണം. കാരണം തിയേറ്ററിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. അതൊരിക്കലും ഒരു TV-യിൽ നമ്മൾ സിനിമ കാണുന്ന പോലെ അല്ല. അപ്പം ഞങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ നിങ്ങൾ വന്ന് കാണണമെന്ന് വിചാരിച്ച് ചെയ്തൊരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും ഈ വിഷുക്കാലത്ത് വിഷു നന്നായിട്ട് ആഘോഷിക്കുക. കുടുംബക്കാരുടെയൊക്കെ വീട്ടിൽ പോവുക, വിഷു കൈനീട്ടം കൊടുക്കുക. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങളുടെ സിനിമ കാണാനും ചെറിയൊരു സമയം ഉണ്ടാക്കുക. നിവിൻ?
ഈ പറഞ്ഞൊക്കെ തന്നെയാണ് എനിക്കും പറയാനുള്ളൂ. എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണണം. നമുക്ക് ഫാമിലിയോട് വളരെ ഒരു അടുപ്പം തോന്നും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ. ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ തോന്നും. അത് തന്നെ ഈ സിനിമയുടെ വളരെ വലിയൊരു സ്ട്രെങ്ത്താണ്. നിങ്ങളെല്ലാവരും ഇത് ഫാമിലിയുടെ കൂടെ പോയി തിയേറ്ററിൽ പോയി കാണുക. എല്ലാവർക്കും വിശ്വാശംസകൾ. വിനീത് പാടൂ. ഞങ്ങളുടെ ഈ വിഷുവിന് പാടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ കയ്യിൽ പാട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സിനിമയിലൊരു ഓണപ്പാട്ടുണ്ട്, തിരുവാവണിരാവ്. അത് ഞങ്ങൾ എല്ലാവരും കൂടെ. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. മാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ, മാവേലി തമ്പ്രാന്റെ വരവായാൽ ചൊല്ല്. തിരുവാവണിരാവ് മനസ്സാകെ നിലാവ്, മലയാള ചുണ്ടിൽ മലരോണപ്പാട്ട്. താങ്ക് യു സോ മച്ച്.